സിബിലിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ അവയർനെസ്സിന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. സിബിൽ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഡെമോക്രസിൻ്റെ വാള് കണക്ക് അത് എല്ലാവരുടെയും തലയ്ക്ക് വീഴെ തൂങ്ങിക്കിടക്കുന്നതാണ്. നിർഭാഗ്യവശാൽ ഇങ്ങനൊരു സംരംഭം ഉള്ളതുകൊണ്ടും അതൊരു ബിസിനസ് ആംഗിളിലൂടെ കാണുന്ന സംരംഭമായതുകൊണ്ടും സാധാരണക്കാർക്കായിട്ടുള്ള ഒരുപാട് പേർക്ക് അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ടും ഒരു ബാങ്ക് അല്ലെങ്കിൽ മറ്റു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൂടെ ഒരു ചെറിയ ലോണിന് പോലും ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തിഗത വായ്പയാകട്ടെ, അല്ലെങ്കിൽ ഒരു ഹൗസിംഗ് ലോൺ ആവട്ടെ, എഡ്യൂക്കേഷൻ ലോൺ ആവട്ടെ, അല്ലെങ്കിൽ ഒരു സംരംഭകമായിട്ടുള്ള തുടങ്ങാൻ വേണ്ടിയുള്ള കേന്ദ്ര പദ്ധതികളോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് പദ്ധതികളോ ആവട്ടെ, ഇതിനൊന്നും യാതൊരു കാരണവശാലും ഈ സിബിലിൻ്റെ അകത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് നമുക്ക് അയോഗ്യത കൽപ്പിക്കുന്നതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട നയം. ഈ കമ്പനി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തു. ഏതാനും ചില ബാങ്കിങ് സ്ഥാപനങ്ങൾ, അതായത് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ അതിൽ മെമ്പർഷിപ്പ് എടുത്തു, അതിൻ്റെ ഷെയർ ഹോൾഡറായി. അവരിൽ നിന്നും ഒരു ഫണ്ട് സ്വരൂപിച്ച് ഇത് പ്രവർത്തനം ആരംഭിച്ചു. അതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിച്ച് ഏതൊക്കെയോ വിധത്തിൽ റിസർവ് ബാങ്കിൻ്റെ അംഗീകാരവും നേടിയെടുത്ത് അവരുടെ നിയമം അനുസരിച്ചുള്ള ചട്ടവട്ടങ്ങളിലൊക്കെ കൂട്ടി നിന്ന് മറ്റുള്ള ബാങ്കുകളെയെല്ലാം ഇതിൽ മെമ്പറാക്കി മാറ്റി. ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇൻകവും, അതായത് ഈ സംരംഭം നടത്തിക്കൊണ്ട് പോകുന്ന ഇൻകം എന്ന് പറയുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഡാറ്റ ഈ ബാങ്കുകൾ കൈമാറുമ്പോഴുണ്ടാകുന്ന ഇൻകമാണ്. അതായത് വ്യക്തികൾ ഒരു ബാങ്കിനെ സംരംഭിക്കുമ്പോൾ ഒരു ബാങ്കിൽ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവരാദ്യം നോക്കുന്നത് സിബിൽ സ്കോറാണ്. ഈ ക്രെഡിറ്റ് ഇൻഫർമേഷൻ ബ്യൂറോ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള കമ്പനി ഒന്ന് പേരൊക്കെ മാറ്റി സിബിൽ എന്നുള്ള ഷോർട്ട് ടൈമിലും, പിന്നെ വരുന്നതെന്ന് പറയുന്നത് ട്രാൻസ് യൂണിയൻ എന്നുള്ള കമ്പനി, അതേപോലെ തന്നെ മറ്റുള്ള സ്ഥാപനങ്ങളുണ്ട് ഇതേപോലെ ക്രെഡിറ്റ് സ്റ്റാറ്റസ് കൊടുക്കുന്ന 4-5 കമ്പനികളുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മുൻപന്തിയിൽ നിൽക്കുന്നത് സിബിലാണ്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഈ പൈനിയേഴ്സും അല്ലെങ്കിൽ പ്രീമിയർ ബ്രാൻഡിനൊക്കെ എപ്പോഴും ഇമ്പോർട്ടൻസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് അവരെല്ലാവരും അതിൻ്റെ പുറകെ നടക്കും. അത് നമുക്കറിയാമല്ലോ. അതായത് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും നോക്കുമ്പോൾ ആദ്യമേ ഒരു സിബിൽ നോക്കും. എന്നാൽ മറ്റുള്ള ക്രെഡിറ്റ് സ്റ്റാറ്റസ് ഒന്നും നോക്കത്തില്ല, സിബിലാണ് നോക്കുന്നത്. ഈ സിബിൽ ബാങ്ക് നോക്കുന്ന സമയത്ത് ബാങ്ക് ഇതിൻ്റെ അത് മെമ്പറാണെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് നമ്മളുടെ ഡാറ്റ ആയിട്ടുള്ള പാൻ കാർഡ്, ഡേറ്റ് ഓഫ് ബർത്തൊക്കെ അടിച്ചകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റാറ്റസ്, നമ്മൾ ഈ പറയുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് എവിടെ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ട്, അതായത് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ഒഴികെ എവിടെ നിന്നൊക്കെ ലോൺ എടുത്തിട്ടുണ്ട്, ഏതൊക്കെ ടൈപ്പ് ലോണാണ്, പേഴ്സണലാണോ, അതോ ഗോൾഡ് വെച്ചിട്ടാണോ, അല്ലെങ്കിൽ സ്ഥലം വെച്ചിട്ടാണോ, അല്ലെങ്കിൽ മറ്റുള്ള ഈ അൺസെക്യൂർഡ് ആയിട്ടുള്ള സർക്കാരിൻ്റെ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ലോണാണോ, എന്താണെന്നെല്ലാം അതിൻ്റെ അകത്ത് അറിയാൻ പറ്റും. അതിലെല്ലാം ഏതൊക്കെ വിധത്തിൽ നിങ്ങൾ അടയ്ക്കാൻ ലേറ്റായതാവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഡിഫാൾട്ടായിട്ട് അടയ്ക്കാതിരിക്കട്ടെ, അല്ലെങ്കിൽ 1-2 മാസം മിസ്സാവട്ടെ, ഇതെല്ലാം ഈ പറയുന്ന സ്റ്റാറ്റസിലുണ്ടാവും. ഈ സ്റ്റാറ്റസ് എല്ലാ ബാങ്കുകളിലും, അതായത് നമ്മളുടെ ബാങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് പോയി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അവിടെ നിന്ന് എന്തെങ്കിലും ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ ലോൺ എടുക്കാതിരിക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആ ബാങ്ക് നമ്മുടെ ഡാറ്റ ഒരു പർട്ടിക്കുലർ പീരീഡിനുള്ളിൽ ഈ പറയുന്ന ക്രെഡിറ്റ് ബ്യൂറോ ഏൽപ്പിക്കുന്നു. അതേ ക്രെഡിറ്റ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഈ ബാങ്കിലോ മറ്റൊരു ബാങ്കിലോ നമ്മൾ ലോൺ എടുക്കാൻ പോകുമ്പോഴത്തേക്കും ഇവരെയാണ് ഈ പറയുന്ന സ്റ്റാറ്റസാണ് അവർ നോക്കുന്നത്. എന്നാൽ ആ നോക്കുന്ന സമയത്ത് നമുക്ക് സ്കോറും കുറയും. അതായത് ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ബാങ്ക് നമ്മളുടെ സ്റ്റാറ്റസ്, ക്രെഡിറ്റ് സ്റ്റാറ്റസ് നോക്കുക എന്നർത്ഥം വെച്ചാൽ നമ്മൾ ആ ബാങ്കിനെ സാമ്പത്തികമായിട്ടുള്ള ഏതോ ആവശ്യത്തിന് അല്ലെങ്കിൽ ക്രെഡിറ്റ് അല്ലെങ്കിൽ കടം വാങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ ലോണിന് വേണ്ടി നമ്മൾ അവരെ സമീപിച്ചു അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്തു എന്നുള്ള ഒരൊറ്റ സ്റ്റാറ്റസിൽ മാത്രമേ അവർക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറി ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവർ എൻക്വയറി ഇടുന്നത് നിങ്ങൾ ഡിമാൻഡ് ചെയ്തു എന്നാണ്. നമ്മൾ ഓരോരുത്തരും ബാങ്കിനെ പോയി സമീപിച്ചു, എനിക്കൊരു ലോൺ വേണം, അത് 1 രൂപയാവട്ടെ, 1 ലക്ഷം ആവട്ടെ, 1 കോടി ആവട്ടെ, 100 കോടി ആവട്ടെ. പക്ഷേ 1 രൂപയെങ്കിലും എൻക്വയറി ഇടാതെ
നമ്മൾ എൻക്വയറിക്ക് ചെല്ലുമ്പം 1 രൂപയെങ്കിലും ലോണിന് നമ്മൾ അപ്രോച്ച് ചെയ്തു എന്നുള്ളതല്ലാത്ത രീതിയിൽ അവർക്ക് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നമുക്ക് സ്വയം ചെക്ക് ചെയ്യാം. നമുക്ക് സിബിലിൻ്റെ സൈറ്റിൽ കയറി ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ മറ്റേ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ജനസേവന കേന്ദ്രങ്ങളുണ്ട്, അതായത് കോമൺ സർവീസ് സെൻറ്റർ എന്ന് പറയും, CSC എന്നുള്ള ബോർഡ് എല്ലായിടത്തും ഉണ്ടാവും. അവിടെ ചെന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ സിബിലിൻ്റെ സൈറ്റിൽ കയറി ഡയറക്റ്റ് പേയ്മെൻറ്റ് അടച്ച് സെറ്റ് ചെയ്യാം. അവിടെയും സെറ്റ് ചെയ്യാം. CSCയിൽ നമ്മൾ ഒരു സിബിൽ സ്റ്റാറ്റസ് എടുക്കാൻ പോകുമ്പം അവിടെ ഒരു ഫോമുണ്ട്, അവർ ഡൗൺലോഡ് ചെയ്ത് തരുമ്പോൾ അതൊന്ന് ഒപ്പിട്ട് കൊടുക്കണം. കാരണം നിങ്ങളുടെ കൺകറൻസ് ഇല്ലാതെ സിബിലിൽ കയറുന്നില്ല. പിന്നെ അതിന് ഒരു 200 രൂപ നമ്മൾ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരും. ആ 200 രൂപയെന്ന് പറഞ്ഞ് ഒരു പ്രാവശ്യം അടച്ചു കഴിഞ്ഞാൽ ആ ഫിനാൻഷ്യൽ എൻഡ് വരെ, അല്ലെങ്കിൽ 12 മാസം ഏതാണോ അത് ആദ്യം വരുന്ന, അതുവരെ നമുക്ക് എല്ലാ മാസവും നമുക്ക് പേയ്മെൻറ്റ് വേറെ അടയ്ക്കാതെ സിബിൽ സ്കോർ എടുക്കാൻ പറ്റും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ. അതേ സമയത്ത് സിബിലിൻ്റെ ഡയറക്റ്റ് സൈറ്റിൽ കയറുവാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കയറുമ്പോഴത്തേക്കും ഒരു എമൗണ്ട് അടയ്ക്കണം. അത് കുറച്ചുകൂടെ വലിയ എമൗണ്ടാണ്, 550 അത്രയൊക്കെ വരും. 2 പ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ 800ഓളം രൂപ വരുന്നുണ്ട്. അത് സിബിലിൻ്റെ അപ്പോഴത്തെ സ്റ്റാറ്റസ് അനുസരിച്ച് അവരിങ്ങനെ നിശ്ചയിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഈ ലോൺ ഈ പറയുന്ന സ്റ്റാറ്റസ് എടുക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ സ്വയം എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ക്രെഡിറ്റ് സ്റ്റാറ്റസിൻ്റെ അകത്ത് പോയിൻ്റ് കുറയുകയോ ഒന്നും ചെയ്യുന്നില്ല. അതേസമയത്ത് മറ്റൊരു ബാങ്ക് വഴിയാണ് എടുക്കുന്നതെങ്കിൽ അത് എൻക്വയറിയാണ്, അതായത് നമ്മുടെ ക്രെഡിറ്റ് സ്റ്റാറ്റസിൻ്റെ പോയിൻ്റ് കുറയാൻ സാധ്യത ഏറെയാണ്. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു ലോൺ എടുക്കാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ അടയ്ക്കാൻ ഒരു ദിവസം ലേറ്റാവുകയോ അല്ലെങ്കിൽ നമ്മൾ അടയ്ക്കാതിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാരണവശാൽ അതിൻ്റെ കൊടുത്ത ചെക്കുകൾ ബൗൺസ് ആവുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതെല്ലാം ക്രെഡിറ്റ് സ്റ്റാറ്റസിൽ കയറി വരും. ഈ ക്രെഡിറ്റ് സ്റ്റാറ്റസിൽ കയറി വരുന്ന സമയത്ത് ഇതെല്ലാം നമ്മുടെ പോയിൻ്റ് കുറഞ്ഞിരുന്ന് നമുക്കൊരു ലോണും കിട്ടാതാവും. മേൽപ്പറഞ്ഞ ഒരു ലോണുകളും മക്കൾക്കുള്ള വിദ്യാഭ്യാസ ലോൺ പോലും നമ്മളെ പരിഗണിക്കുക പോലുമില്ല. മനസ്സിലായി? അത് നിങ്ങളുടെ ലോൺ എന്ന് പറയുന്നത് ഏതുമാവട്ടെ, അത് ഗോൾഡ് ലോണാവട്ടെ, ഹോം ലോണാവട്ടെ, അല്ലെങ്കിൽ ഒരു ക്രെഡിറ്റ് കാർഡാവട്ടെ, പേഴ്സണൽ ലോണാവട്ടെ, ഏതിലൊരു ഡിഫാൾട്ട് വന്നിരുന്നാലും നിങ്ങൾക്ക് സിബിൽ സ്കോർ കുറയും. അതുകൊണ്ട് സിബിൽ സ്കോർ എന്ന് പറയുന്നത് ഒരു വാളായിട്ട് തലയ്ക്ക് മീതെ കിടക്കുന്നുവെന്ന് ആലോചിച്ചിട്ട് വേണ്ടി മാത്രം നിങ്ങളൊരു ലോണിന് ആപ്ലിക്കേഷൻ കൊടുക്കണം. ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പേ കഴിവതും ചെക്ക് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. കാരണം എന്തറിയോ, ഇല്ലെങ്കിൽ അവരും ചെക്ക് ചെയ്യും. അവർ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ലോൺ ആപ്ലിക്കേഷന് വേണ്ടിയുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു പ്രോജക്റ്റ് എഴുതി സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ പ്രോജക്റ്റ് എഴുതുന്നതിനൊക്കെ കാശ് കൊടുക്കണമല്ലോ. അതെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ബാങ്ക് പറയും അത് റെഫ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആ പറയുന്ന ലോൺ കിട്ടില്ല. അത്രയും കാശ് വെറുതെ പോകും. അതുകൊണ്ട് ചെറുതായിട്ട് ഏതെങ്കിലും ഒരു കോമൺ സർവീസ് സെൻറ്ററിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ ഇതിൻ്റെ ഒരു സ്കോർ എടുത്ത് തന്നിട്ട് നമുക്ക് അതിൻ്റെ അകത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഉണ്ടാവും. എത്ര വർഷമായാലും എത്ര ലോണ് എവിടെയൊക്കെ ഡിഫാൾട്ടായിട്ടുണ്ട് അത് കണ്ടുപിടിച്ചിട്ട് അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് പോകുന്ന സമയത്ത് ഇനിയൊരു കാര്യം, ഈ സിബിൽ എന്ന് പറയുന്നിടത്ത് നമ്മൾ കാശ് കൊടുത്താണ് സാധനം എടുക്കുന്നത്, നമ്മുടെ ആയാലും എടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് ചില ആൾക്കാർ പറയും സിബിൽ കയറി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സിബിൽ കവർ ചെയ്ത് തരാം, ഞങ്ങൾ പോയിൻ്റ് ഉണ്ടാക്കി തരാം, അല്ലെങ്കിൽ നമ്മൾ സ്കോർ നമ്മൾ കൂട്ടിത്തരാം എന്നൊക്കെ പറയും. ഏതൊരു ലോൺ എടുത്തിരുന്നാലും സെറ്റിൽമെൻ്റ് എന്നൊരു സംഭവമുണ്ട്. സെറ്റിൽമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ സിബിൽ കൂടത്തൊന്നുമില്ല. മനസ്സിലായില്ലേ? ബാക്കിയുള്ള പേയ്മെൻറ്റും കൂടെ അടച്ചെങ്കിലേ സിബിൽ കൂടത്തുള്ളൂ. ആ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ തീരുമാനങ്ങളും അവരുടെ ശരിക്കും പോളിസിയുള്ളതായിരിക്കും. അതുകൊണ്ട് സിബിൽ എടുക്കുമ്പോഴത്തേക്കും ആരെങ്കിലും വന്ന് സിബിൽ കൂട്ടിത്തരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിരിച്ചിട്ട് അവരിൽ നിന്നും അകന്നു പോവുക. നമ്മൾ വേറൊന്നും പറയണ്ട, ഒന്ന് ചിരിക്കുക. അതായത് ആ ചിരിയിൽ നിന്ന് അവർക്ക് മനസ്സിലാവണം എനിക്കിതിൻ്റെ നിയമവശങ്ങളെല്ലാം അറിയാം, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നും എനിക്കറിയാം, അതുകൊണ്ട് എനിക്കിതിൽ താല്പര്യമില്ല. ബിക്കോസ് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശ് നിങ്ങളിലൂടെ ലൂസ് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. കാരണം എനിക്കറിയാം ഇത് സെറ്റിൽമെൻറ്റ് നടത്തണമെന്ന് പറഞ്ഞാൽ സെറ്റിൽമെൻറ്റ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് സിബിലിൻ്റെ സ്കോർ എടുക്കുമ്പോൾ തന്നെ അതായത് സിബിൽ എടുക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ അകത്ത് സെറ്റിൽഡ് എന്നും പറഞ്ഞ് കാണിക്കും. അപ്പം ബാലൻസ് എമൗണ്ട് എത്രയുണ്ടോ അതും കൂടെ അടച്ചെങ്കിലേ ക്ലോസ്ഡ് കാണിക്കുള്ളൂ. അപ്പോൾ ക്ലോസ്ഡ് എന്നുള്ളൊരു വാക്ക് കാണണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഫുള്ളായിട്ട് അടയ്ക്കേണ്ടി വരും. എക്സാമ്പിൾ പറയാം. അപ്പോൾ സപ്പോസ് ഒരു പേഴ്സണൽ ലോൺ എടുക്കുന്നു വെച്ചു 1 ലക്ഷം രൂപ. നമ്മളൊരു 30,000-40,000 രൂപ അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സാമ്പത്തികമായിട്ട് എവിടെ ഒന്ന് വിഴുങ്ങി, അതായത് നമ്മൾ ശാരീരികമായിട്ടൊന്ന് തളർന്നുപോയി, അല്ലെങ്കിൽ സംരംഭങ്ങളിലോ അല്ലെങ്കിൽ വരുമാനമില്ലാതെ വരുമ്പോൾ ഇത് അടയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എല്ലാ മാസവും 10-ാം തീയതി അടയ്ക്കേണ്ടതാണ്. 10-ാം തീയതി എന്നുള്ളൊരു ദിവസം നമ്മുടെ ചെക്ക് ബൗൺസ് ചെയ്യുകയോ അല്ലെങ്കിൽ അടയ്ക്കാതിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ 11-ാം ദിവസം ആകുമ്പോഴത്തേക്കും 11-ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്കും നമ്മൾ അടയ്ക്കാനുള്ള പീനൽ ഇൻട്രസ്റ്റ് കയറും. അപ്പോൾ എമൗണ്ട് കൂടി.
ആ കൂടി കഴിയുമ്പോഴത്തേക്ക് എന്താ ചെയ്യുക? ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ കൂടി വരും. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് അടയ്ക്കാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ഒരു 10-20 ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ ബാങ്കിൻ്റെ ആൾക്കാരോ അല്ലെങ്കിൽ അവരുടെ കോൾ സെൻറ്ററിനെ നമ്മളെ വിളിച്ച് മാനസികമായിട്ടുള്ളത് കുറിച്ച് അവസാനം ചിലപ്പോൾ അടയ്ക്കാൻ പറ്റാവും. കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും അടയ്ക്കേണ്ടി വരും. അടയ്ക്കേണ്ടി വരുന്ന സമയത്ത് ഈ എമൗണ്ട് നിങ്ങൾ അടയ്ക്കാനുള്ള 60,000 രൂപ നിങ്ങളൊരു പർട്ടിക്കുലർ പീരീഡ് കഴിയുമ്പോഴത്തേക്കും പീനൽ ഇൻട്രസ്റ്റ് എല്ലാം കൂടെ ചേർന്നിട്ട് ഇത് 1,00,000-ലധികമായി മാറും. അപ്പോൾ ശരിക്കും നിങ്ങൾ 60,000 രൂപ അടയ്ക്കാനുള്ളതായിരുന്നു. ആ ഒരു മാസത്തിനുള്ളിൽ അടച്ചിരുന്നെങ്കിൽ ചെറിയൊരു എമൗണ്ട്. പക്ഷേ അത് അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് ഇൻട്രസ്റ്റ് ക്യുമുലേറ്റീവായിട്ട് കയറി വന്ന് ഇത് 1,00,000 ശിഷ്ടമായി മാറി. അത് ഉണ്ടാവാതെ അപ്പോൾ എന്ത് ചെയ്യും? അതാണ്. അപ്പം അവർ കുറച്ച് നാൾ കഴിയുമ്പം ബാങ്ക് ഈ ബാഡ് ഡെറ്റ്സ്, അതായത് കിട്ടാക്കടമൊക്കെ എഴുതി തള്ളാൻ വരുന്ന സമയത്ത് അവരൊരു ചില കാശുകൾ റിട്ടേൺ ഓഫിന് മുമ്പേ നമ്മളത് കിട്ടും എന്നുള്ളൊരു വിശ്വാസത്തിലൊരു ചെറിയ ഇതിൽ ഒരു ശ്രമം നടത്തും. അപ്പം നിങ്ങൾ പറയും, അവർ പറയും 60,000 രൂപ അടച്ചാൽ മതി, ബാക്കി ഞങ്ങൾ എഴുതി തള്ളിക്കൊള്ളാം, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക, ആ പേയ്മെൻറ്റ് അടയ്ക്കാൻ പറയും. ചിലപ്പോൾ അപ്പോഴും നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ചിലപ്പോൾ അതും പറ്റത്തില്ല. പിന്നെ 1-2 മാസങ്ങൾക്കുള്ളിൽ വീണ്ടും നിങ്ങൾ അടയ്ക്കാൻ ചെല്ലും. അവർ വരുന്ന സമയത്ത് അവർ ചിലപ്പോൾ ഒരു സെറ്റിൽമെൻറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 10,000-30,000 രൂപ, കാരണം ഒന്നും കിട്ടാതിരിക്കുന്ന വിധം അവരെ ഒന്ന് സഹായിക്കാമെന്നുള്ള രീതിയിലായിരിക്കും അവർ വരുന്നത്. പക്ഷേ 30,000 രൂപ അടച്ച്. അപ്പോൾ പറയും ശരിയാണ്, ഞാൻ 60 അടയ്ക്കാണ്ടായിരുന്നു, 30 രൂപ സെറ്റിൽ ചെയ്തല്ലോ, അത് 3 മാസമായിട്ട് എങ്ങനെയെങ്കിലും സ്കീം എടുത്തിട്ട് അടയ്ക്കാമെന്ന് പറഞ്ഞ് അടച്ചു കഴിഞ്ഞ ശേഷം ശരിക്കും അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ടിൽ 1,00,000 രൂപയാണ്, കാരണം ഇൻട്രസ്റ്റ് ഉൾപ്പെടെയുള്ള. പക്ഷേ നിങ്ങൾ അടച്ചത് എത്രയാണ്? ശരിക്കും 20,000-30,000 രൂപ അടച്ചു സെറ്റിൽമെൻറ്റിൽ. അപ്പം സിബിലിൻ്റെ അകത്ത് 30,000 രൂപ സെറ്റിൽഡ് എന്നും പറഞ്ഞ് കാണിക്കും. സ്കോർ എവിടെ നിൽക്കുന്നോ അവിടെ നിൽക്കും. എന്നാൽ ആ സിബിലിൽ അത് ക്ലോസ്ഡ് എന്നും പറഞ്ഞ് കാണിക്കണമെന്നെങ്കിൽ, എത്ര വർഷമായാലും ക്ലോസ് എന്ന് കാണിക്കണമെങ്കിൽ നിങ്ങൾ ഈ 30,000-ന് പകരം ബാക്കി 70,000 രൂപ കൂടെ അടയ്ക്കേണ്ടി വരും. എങ്കിൽ മാത്രമേ അവർക്ക് ക്ലോസ്ഡ് എന്നുള്ളൊരു വാക്ക് അതിൽ കാണിക്കാൻ പറ്റുള്ളൂ. ക്ലോസ്ഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ സ്കോറിൻ്റെ അകത്ത് വേരിയേഷൻ വരികയുള്ളൂ. അതിനനുസരിച്ച് നിങ്ങൾ മറ്റുള്ള ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും ലോൺ ആപ്ലിക്കേഷന് പോയിരുന്നാലും അവർ നോക്കുന്നതനുസരിച്ച് നിങ്ങളുടെ പോയിന്റിൽ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ആദ്യമേ സിബിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. എവിടെയാണോ ഡിഫാൾട്ട് ഉള്ളത് അത് നിങ്ങൾക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളത് ഒന്ന് നല്ലവണ്ണം പഠിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ അകത്ത് ചിലപ്പോൾ ബാങ്കിൽ പറയും ക്ലോഷർ ലെറ്റർ ഉണ്ടെങ്കിൽ ഞങ്ങൾ ലോൺ തരാം, പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ ആ ക്ലോഷർ ലെറ്ററിന് എത്രയെങ്കിലും ഒരു സെറ്റിൽമെൻറ്റ് എടുത്തിട്ട് അടച്ചിട്ട് ആ ക്ലോഷർ ലെറ്റർ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ബാങ്കിൻ്റെ വിവേചനാധികാരപ്രകാരം അവരുടെ മാനേജർക്ക് വേണമെങ്കിലോ റീജിയണൽ ഓഫീസിലോ വല്ലതും ഒക്കെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ ക്രെഡിറ്റ് വർത്ത് അനുസരിച്ച് നിങ്ങൾക്ക് ലോൺ തരാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് സിബിൽ എന്ന് പറയുന്നത് ഒരു ഡെമോക്രസിൻ്റെ വാൾ കണക്ക് തലയ്ക്ക് മീതെ കിടപ്പുണ്ടെന്ന് നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. സിബിലിനെ കുറിച്ചുള്ള കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. അതിനെക്കുറിച്ചുള്ള പിന്നെ മറ്റുള്ള ലോണിനെ കുറിച്ചോ സംരംഭങ്ങൾക്ക് തുടങ്ങുന്നതിനെക്കുറിച്ചോ പ്രോജക്റ്റ് റിപ്പോർട്ടോ എന്തോ ആവട്ടെ ബിസിനസ് പരമായിട്ടുള്ള എല്ലാ സംശയങ്ങൾക്കും യു ക്യാൻ കോൺടാക്റ്റ് മീ. താങ്ക് യു.